വീക്കിലി ടാസ്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് അനുമോളെയും ജിസേലിനെയും ജയിലിൽ അടയ്ക്കാൻ ഉത്തരവായി ബിഗ് ബോസ്. പറഞ്ഞതനുസരിച്ച് ക്യാപ്റ്റൻ അനുമോളെയും ജിസേലിനെയും ജയിലിലടച്ചു. ആദ്യം ജയിലിലിരുന്നിട്ട് കാരണം ആദ്യം തന്നെ ഈ ഒരു അനുമോളും നൂറയും ഇന്ന് ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ജയിലിൽ സംസാരിച്ചത്. നീ എന്താണ്, ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്, നിൻ്റെ പ്രൊഫഷണൽ ലൈഫ് നീ എന്താണ് പറയുന്നത്, നിനക്ക് പ്രണയം ഉണ്ടായിരുന്നു, പേഴ്സണൽ ലൈഫിൽ നീ പ്രണയം പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എന്താ അനുമോൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ത്വര കണക്കാണ് എനിക്ക് ഫീൽ ചെയ്തത് ജിസേലിൻ്റെ ഈ ചോദ്യങ്ങൾ. അപ്പോൾ അനുമോൾ പറഞ്ഞു ഇല്ല, പേഴ്സണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് പറയാൻ പറ്റിയില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അമ്മയെക്കുറിച്ച് പറഞ്ഞില്ല, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ പ്രിപ്പയർ അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് പറയണം, വളരെ കുറച്ച് സമയത്തിനുള്ള എന്ത് പറയണം എന്നറിയാൻ വയ്യാതെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു ഞാനിങ്ങനെ പഠിച്ച കാര്യങ്ങളും പ്രൊഫഷനിൽ പോയപ്പം അവിടെ ബുദ്ധിമുട്ട് അനുഭവിച്ചതും ആൾക്കാർ നീളമില്ല എന്ന് പറഞ്ഞ് അഭിനയിക്കാൻ അറിയില്ല എന്നും പറഞ്ഞ് തിരിച്ചു വിട്ടതും ഒക്കെ പറഞ്ഞു. അപ്പം ഉടനെ ജിസേൽ പറഞ്ഞു, നിനക്ക് ഭയങ്കരമായിട്ട് അഭിനയിക്കാൻ അറിയാം, നീ ഇവിടെ ഡ്രാമയല്ലേ കളിക്കുന്നത്, നീ ഇവിടെ കാണിക്കുന്ന ഡ്രാമ ഭയങ്കരമാണല്ലോ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വീണ്ടും എല്ലാവരും ഇരുന്നപ്പോഴും അത്രയൊന്നും ചോദിച്ചില്ല, വളരെ നല്ല രീതിയിൽ സംസാരിച്ചിട്ട് എല്ലാവരും പോയപ്പോൾ വീണ്ടും അനുമോളെ പഴയതുപോലെ തന്നെ കുത്താനായിട്ടില്ല, നമ്മൾ ഒരുമാതിരി ആക്കുമല്ലോ, മോശമാക്കാനായിട്ട് ഭാവിച്ചു. അനുമോള് ആദ്യമൊന്നും സംസാരിക്കാൻ നിന്നില്ല. പക്ഷേ അവൾ പ്രേക്ഷകരെ അറിയിക്കാൻ എന്ന രീതിയിൽ നീ പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്യാണ്, നീ ഇങ്ങനെയാണ്, നീ അങ്ങനെയാണ്, നീ മോശമാണ്, നീ കള്ളം പറയുന്ന ആളാണ്, നീ നീ ജെനുവിനല്ല, നീ എല്ലാവരും ഇപ്പോഴും ഡ്രാമയാണ്, നീ സ്റ്റേബിളല്ല, നീ എന്താ പറയണേ, നീ കേപ്പബിൾ അല്ല, നീ എപ്പോഴും കരച്ചിലാണ്, നീ സ്ട്രോങ് അല്ല, ഞാനൊക്കെ എന്താ പറഞ്ഞാലും കരയാത്തത് കൊണ്ട്. അപ്പം അനുമോൾ പറഞ്ഞു, ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വിഷമം വരും, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. പറഞ്ഞു, ഞാൻ ചെയ്യാത്ത കാര്യമാണല്ലോ നീ പറഞ്ഞത്, പക്ഷേ ഞാൻ കരഞ്ഞില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, നീ ചെയ്തില്ലെന്ന് നീ പറയുന്നതല്ലോ ഞാൻ കണ്ടല്ലോ, നീ നുണയാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞു, ഓക്കെ ആയിക്കോട്ടെ, അങ്ങനെ അപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇതാണ് പക്ഷെ നീ കള്ളിയാണ്, നീ കള്ളമാണ് പറയുന്നത്. അങ്ങനെ കുറേ നേരമായിട്ട് ആ ജയിലിനകത്ത് വെറുതെ ഒരു കാര്യമില്ലാണ്ട് വീണ്ടും അനുമോളെ ഭയങ്കരമായിട്ട് കരയിപ്പിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഇന്നും ജിസേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരുപാട് നേരം അനുമോളൊന്നും മിണ്ടിയില്ല, ചെറുതായിട്ടൊക്കെ പറയാൻ നോക്കി, പക്ഷേ എപ്പോഴും ഒരാളുമായിട്ട് വഴക്കിടുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിസേൽ എന്തെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ പ്രേക്ഷകരോട് പറയുന്നത് പോലെ ഇവള് കള്ളിയാണ്, ഇവള് മോശമാണ്, ഇവള് ഫുഡ് കൊടുക്കാത്തവളാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വളരെ മോശമായിട്ടാണ് ജിസേൽ അനുമോളെ പറഞ്ഞ് പ്രേക്ഷകർക്ക് കൊടുക്കുകയാണ്. പ്രേക്ഷകർ കേൾക്കട്ടെ, പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, അങ്ങനെയാണ് ഫുഡ് ചോദിക്കുമ്പോൾ, ആഹാരം ചോദിക്കുമ്പോൾ ചീത്ത വിളിക്കുന്നവളാണ്, അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞു. അനുമോൾ നല്ല കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി അവിടെ വന്നിരിപ്പുണ്ട്. ഓക്കേ.